ഹലോ ഗായ്സ്, നമ്മുടെ കിഡ്നി കിറ്റ വ്ലോഗിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാൻ താല്പര്യമുള്ള ഒരു ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതാ മെട്രോ എന്നൊക്കെ ഇറങ്ങിയത് ഇവിടെ ഇപ്പോൾ MG റോഡിലാണുള്ളത്. ഇത് നോക്കി, ഇത് ശരിക്കും ഒരു സ്റ്റാച്ചു പോലെയില്ല, പക്ഷേ ഇത് മനുഷ്യരാ. കണ്ടാൽ പറയത്തില്ലല്ലോ ഇതിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ എത്തിയപ്പോഴേ വിശന്ന് പണ്ടാരടങ്ങിയാൽ നിൽക്കുന്നത്. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ലാസ്റ്റ് ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് മലയാളീസിൻ്റെ ഷോപ്പാണ്. അങ്ങനെ ഞങ്ങൾ മെനു ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ കുറേ നേരം തപ്പി നിന്ന് ലാസ്റ്റ് ഞങ്ങൾ ജംബോ റോൾ ഓർഡർ ആക്കി. അങ്ങനെ ബില്ലൊക്കെ മേടിച്ച് ഞങ്ങളത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല കിഡിലെ ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഇവിടെ പറഞ്ഞു തന്നില്ല ഒരുത്തന്നെ അവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. പിന്നെ ഞാൻ 2-3 പിക്കൊക്കെ എടുത്തപ്പോൾ ഇതേ സാധനം കിട്ടി. അതൊന്ന് കഴിക്കാനായിട്ട് വയ്യായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കിട്ടില്ല സാധനം. ടേസ്റ്റ് വൈസും എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഞാൻ എന്തായാലും ഇത് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുണ്ട് പോയി കഴിക്കുക, എന്തായാലും നല്ലതാണ്. പിന്നെ ഞങ്ങളൊരു ഷാർജ ഷേക്കും കിറ്റ്കാറ്റ് ഷേക്കൊക്കെ മേടിച്ചായിരുന്നു. എനിക്ക് കിറ്റ്കാറ്റ് ഇഷ്ടപ്പെട്ട ഞാൻ ഷാർജ ഷേക്കാണ് മേടിച്ചത്. അത് കഴിച്ചപ്പോൾ എന്താ ബനാന ഷേക്ക് കുടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ ചേട്ടനെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് ചേട്ടന് പെട്ടെന്ന് മാറി വിരോഗം വന്ന പോലെ ചേട്ടൻ ഫുള്ള് സ്റ്റക്കായി നിന്ന്. ഞാൻ പിന്നെ അവിടെ നിന്ന് മാറിയപ്പോൾ ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ വണ്ടി തുടങ്ങി. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അയാളെന്തെങ്കിലും കാണിക്കട്ടെ, ഞാനായിട്ട് അത് ശല്യപ്പെടുത്താൻ പോലും. പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല വൈബായിരുന്നു കാണാനായിട്ട്. പൊതുവെ ചർച്ച സ്ട്രീറ്റിൽ നൈറ്റ് വരുന്നതല്ലേ, കാണാനൊക്കെ അടിപൊളിയായി. പിന്നെ ഞാൻ മെട്രോയിലെത്തി. ടിക്കറ്റ് എടുത്ത് മേളിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു കടയിലുണ്ടോ കുറേ ആനിമി ക്യാരക്ടേഴ്സ്, പിന്നെ അതുപോലെ നരേന്ദ്രമോദിനെ കണ്ട അടുത്ത മെസ്സിയും താഴെ റൊണാൾഡോ വരെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നു. കാണാനൊക്കെ അടിപൊളിയായിരുന്നു. നോക്കി നിൽക്കാൻ തന്നെ എന്താ രസമായിരുന്നു എന്ന് പറയാം. അപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾക്ക് പോകുന്ന മെട്രോ ഭയങ്കര തിരക്കാണ്. ഞാൻ പിന്നെ ഉമ്മാരുടെ ഇടയിൽ കയറി എങ്ങനെയാണ് സേഫായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു എനിക്ക്. ഇറങ്ങിയപ്പോഴാണ് ഒരു സമാധാനമായി. അവിടെ നിന്ന് പിന്നെ ബസ് കിട്ടി. ബസ്സിൽ കയറിയപ്പോൾ ഒരു ഗ്രൂപ്പിനെ കണ്ടു. പിന്നെ ഇതിൻ്റെ കൂടെ കുറേ നേരം കളിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് മേടിച്ചത്. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആക്കി അടുത്ത ഇതിൻ്റെ എനർജി ഇവിടെ കാണാം നിങ്ങൾക്ക്. ആ കഴിച്ചതിൻ്റെ എനർജി ഇവൻ്റെ മണ്ടയ്ക്ക് അവൻ തീർക്കുന്നത്. അത് നിങ്ങൾക്ക് ബസ് നോക്കി നിന്നിട്ട് ബസ് കിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഊബർ വന്ന് അതിൻ്റെ കയറി. പിന്നെ ഈ ഊബർ ഓടിക്കുന്ന ഒരു തമിഴ് അങ്കിളാണ്. പിന്നെ ഇവൻ്റെ അങ്കിളിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്ന് പോയി അലമ്പൊക്കെയാണ്. ലാസ്റ്റ് ഞങ്ങൾ ഒരു വിധത്തിൽ തിരിച്ചെത്തി. എന്നാലും ഓക്കെ, ബൈ. അപ്പോൾ ഗുഡ് നൈറ്റ്.